ചെറുപുഴ അയ്യപ്പക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. ചെറുപുഴ ടൗണിൽ നിന്നും തന്ത്രിവര്യന്മാരെ സ്വീകരിച്ച് ആനയിച്ചു. ക്ഷേത്രത്തിലെ ചിത്രത്തൂണുകളുടെയും അവയിൽ സ്ഥാപിച്ച ദേവശില്പങ്ങളുടെയും സമർപ്പണവും നടന്നു. This news brought to by Boche Gold and Diamonds. Buy now, pay later. ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൽ ഡിസംബർ 17 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. തന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്തെ പത്മനാഭൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തന്ത്രിവര്യന്മാരെ സ്വീകരിച്ച് ആനയിച്ചു. ക്ഷേത്രത്തിലെ ചിത്രത്തൂണുകളുടെയും അവയിൽ സ്ഥാപിച്ച ദേവശില്പങ്ങളുടെയും സമർപ്പണവും നടന്നു. ദേവശില്പങ്ങളുടെ സമർപ്പണം തന്ത്രി നിർവഹിച്ചു. ഇത് കലികാലമാണ്. കലിയുഗവരതനായ അയ്യപ്പനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും. ഇന്നു മുതൽ ഇവിടെ തുടങ്ങുന്ന സകല കർമ്മവും ആ ഭഗവാന്റെ നിയോഗം മാത്രം. നമ്മളെല്ലാവരും നിങ്ങളടക്കം ഞങ്ങളും ചേർന്ന് അതിലത്തെ ഓരോ കണ്ണികൾ മാത്രം എന്ന് കരുതുക. ഈ മംഗളകർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് സ്നേഹാദരവോടുകൂടി ഞാനിവിടെ നിർവഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ, സെക്രട്ടറി CM രഘു എന്നിവർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ച് ഞായറാഴ്ച വൈകിട്ട് 3-ന് യജ്ഞാചാര്യൻ കോഴിക്കോട് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയെ സ്വീകരിച്ച് ആനയിക്കും. ഡിസംബർ 5-ന് ഉച്ചയ്ക്കുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ദ്രവ്യ ധ്വജപ്രതിഷ്ഠ നടക്കും. ഡിസംബർ 10-ന് രാത്രി 9-ന് ഉത്സവത്തിന് കൊടിയേറും. CC നെറ്റ് ന്യൂസ്, ചെറുപുഴ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.